ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സ് എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുത്തു. എൻ്റെ ആമ്പൽ ഉദ്യാനം മൊത്തം നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റി. കാരണം ഇവിടെ മൊത്തം ചവറും പിന്നെ പുല്ലുമൊക്കെ പൊടിച്ച് കളഞ്ഞു. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു ദിവസം ഇവിടെ നിന്ന് മൊത്തം വൃത്തിയാക്കി. ഇപ്പോൾ അത്യാവശ്യം നല്ല രസമാണ്. ഇവിടെ നമുക്ക് ഏത് രാത്രിയും വന്ന് നിന്നാലും ഒരു പരിധി വരെ ഒന്നും കയറി കിടക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കാം. കാരണം നല്ല ഇതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ പോലെ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ പ്ലാന്റ് സ്റ്റൈലിനാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കാണിക്കുന്ന ഓരോ വാട്ടർ പ്ലാന്റ്സും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ചെയ്യാനുള്ള കാര്യം 9809806874 എന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ പ്ലാന്റ്സ് എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കാനും ചിലർക്ക് അറിയില്ലാത്തവരുണ്ട്. ഞാൻ അങ്ങനെ എല്ലാ തരക്കാരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. ചിലർ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ചിലർക്ക് ഈ വീഡിയോ കണ്ടിട്ട് കോൾ ചെയ്യാനായിരിക്കും അറിയാമെന്നുള്ള, ചിലർ ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കാറുള്ളത്. അപ്പോൾ ഏത് ആൾക്കാരായാലും ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഞാൻ വല്ലപ്പോഴും മാത്രമാണ് നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് നോക്കുന്നത്. വാട്സപ്പ് മെസ്സേജ് എപ്പോഴും ചെക്ക് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. കോൾ എല്ലാ സമയത്തും എനിക്ക് എടുക്കാൻ പറ്റാറില്ല. പറ്റുന്ന സമയത്തോളം ഞാൻ കോൾ എടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ടാകും. അപ്പോൾ നമുക്ക് ഓരോ വാട്ടർ പ്ലാന്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആമ്പൽ ഒത്തിരി ഉണ്ട്. ആമ്പൽ ഞാൻ വരുന്നൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ എൻഡിങ് വരെ ഉള്ളതിൽ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് മാക്സിമം കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വാട്ടർ പ്ലാന്റ്സായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റുള്ളൊരു വാട്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജപ്പോണിക്കയാണ്. ഇതിന് ആരോ ഹെഡ് എന്നറിയപ്പെടും. ആരോ ഹെഡ് എന്നറിയപ്പെടുന്ന ജപ്പോണിക്ക. ഈ ജപ്പോണിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ വൈറ്റ് ഫ്ലവർ വരും. ഇതാണ് ജപ്പോണിക്കയുടെ നമ്മൾ സെയിലിംഗ് പ്ലാന്റ്സ് ഇതൊക്കെയാണ് ഉണ്ട്. ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ്. കാരണം ഇതിൽ നമുക്ക് ഈ ഒരു ഡബിൽ എനിക്ക് ഏകദേശം ഇതിൽ നിന്ന് ഒരു 10,000 അല്ല 30,000-40,000 നമുക്ക് ഈ ജപ്പോണിക്ക പ്ലാന്റിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു പ്ലാന്റ് നട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 50-60 ട്യൂബേഴ്സ് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ കിട്ടും. മീൻസ് കുഞ്ഞിന് ട്യൂബിൻ്റെ ട്യൂബർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിലൊക്കെ വെള്ളം കുറഞ്ഞു. അപ്പോൾ നമുക്കിതിന് ട്യൂബറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറുതാണ്. ചെറുത് മീൻസ് അതിന് കാണിക്കാൻ പറ്റുന്ന സാധനം ഒരു കുഞ്ഞ് റൗണ്ട് പോലെ ഇരിക്കും. കറക്റ്റ് വെളുത്തുള്ളിയെ പോലെ ഇരിക്കുകയാണ് ട്യൂബർ കാണാൻ വേണ്ടി. ട്യൂബർ കണ്ടില്ല, ചെളിവെള്ളത്തിൽ കൈയിടാൻ വയ്യ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ജപ്പോണിക്ക. പിന്നെ മറ്റൊരു വാട്ടർ പ്ലാന്റാണിത്. ഇത് നീഡിൽ ഗ്രാസ് എന്നറിയപ്പെടും. അത്യാവശ്യം വാട്ടർ പ്ലാന്റ്സ് കളക്ഷനൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും. നീഡിൽ ഗ്രാസ് ആണിത്. നമ്മുടെ വാട്ടർ ഗ്യാസ് ബാമ്പുവിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഫേവറേറ്റ് ആണ്. കാരണം ഇത് പ്രൊപ്പഗേഷനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. മറ്റേ ഒരു ശക്തിയിലാണ് നിൽക്കും, പക്ഷേ ഇത് കുറച്ചുകൂടെ ശക്തിയായിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേര് നമുക്ക് ലുഡ്വിയാണ്. അപ്പോൾ ഇത് നമ്മളതിൽ അത്യാവശ്യം നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഇടയ്ക്ക് കുറച്ച് പേർക്ക് റിസർച്ചിൻ്റെ പർപ്പസിലൊക്കെ ഞാൻ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ലുഡ്വിയ ഇത് വെള്ളത്തിനടി കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഉണ്ട് ആ ഒരു പ്ലാന്റ്. പുറത്തേക്ക് വരുമ്പോൾ വേറൊരു ബ്യൂട്ടിയാണ്. അപ്പം നമുക്ക് ഗപ്പി ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പറ്റിയ ഒരു പ്ലാന്റ് എന്ന് നമുക്ക് ലെവലിൽ ഇതിനെ കണക്കാക്കാം. ഫാസ്റ്റ് പ്രൊപ്പഗേഷനാണ്. കട്ടിങ്സിൽ നിന്നാണ് പ്രൊപ്പഗേഷൻ വരുന്നത് ആ ഒരു വാട്ടർ പ്ലാന്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാട്ടർ പ്ലാന്റാണ് അത്. പിന്നെ നമുക്ക് അത്യാവശ്യം ആൾക്കാർ തേടി നടക്കുന്ന ഒരു വാട്ടർ പ്ലാന്റാണ് ഇപ്പോൾ ഇത്. ഇതിന് കുറച്ചുകൂടെ വീണ്ടും ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലൊന്നും കുറേ പേര് വന്ന് ഞാൻ ഇടയ്ക്ക് 2 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ പിന്നെ കൊറിയറായിട്ട് അയക്കുമ്പോൾ മിനിമം നമ്മൾ 10 രൂപ എന്നുള്ള രീതിയിൽ കുറേ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് വാട്ടർ ക്യാബേജാണ്. ഇത് വാട്ടർ പോപ്പിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുണ്ട്. ഈ വാട്ടർ പോപ്പീസൊക്കെ അത്യാവശ്യം നമുക്ക് ബൾക്ക് സാധനം തന്നെ നമ്മളിലുണ്ട്. അത്യാവശ്യം ഹോൾസെയിലേഴ്സൊക്കെ നമ്മളെ നിന്നാണ് എടുക്കാറുള്ളത്. പിന്നെ ഇത് നമുക്ക് ഡക്ക് വീടാണ്. വീടിൽ മീൻസ് ഇത് ഡക്ക് വീടിന് അടിഭാഗം ഒരു ചുവപ്പാണ് കേട്ടോ. ഇത് നമുക്ക് താറാവുകളൊക്കെ കൂടുതൽ കഴിക്കുക ആ ഒരു രീതിയിലാണ് ഡക്ക് വീടെന്ന് പറയാൻ കാരണം. പിന്നെ ഡക്ടങ് വീടെന്ന് പറഞ്ഞാൽ ഡക്കിൻ്റെ ടൈപ്പിൽ തന്നെ 2-3 വെറൈറ്റി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഡക്ക് വീടെന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മളൊരു വെറൈറ്റി മീൻസ് ഇത് ലുഡ്വിയ തന്നെയാണ് ഇവിടെ നിൽപ്പുള്ള ലുഡ്വിയ. പിന്നെ ഇത് നമ്മുടെ വാട്ടർ പോപ്പിയാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഇതിലിരുന്ന മൊത്തം വാട്ടർ പോപ്പി തീർന്നു. ഇതിലുള്ള വാട്ടർ പോപ്പി അടുത്ത് റെഡിയായി വരുന്നു, തീരാറായി വരുന്നു. പിന്നെ ഇതും നമുക്കിപ്പോൾ സെയിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ചില കായലിലൊക്കെ നിറച്ച് കിടക്കുന്ന സാധനമാണിത്. പക്ഷേ എനിക്കിതും സെയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു പ്ലാന്റായിട്ട് ഒരെണ്ണത്തിൽ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് അവിടെ ഇരുന്നു, അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇതിൻ്റെ പേര് നമുക്ക് കൊളവാഴ എന്ന് പറയുന്ന ഐക്കോർണിയ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. പിന്നെ വാട്ടർ പ്ലാന്റിൽ നമുക്കൊരു പുല്ല് പോലെ വരുന്ന വെള്ളത്തിനടിയിൽ വരുന്നൊരു ടൈപ്പാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ ഇതിലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി ശ്രദ്ധിക്കാണ്ട്. ഇതെനിക്കൊരു വേറൊരു മെക്സിക്കൻ സോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലൊരു ലെവലിൽ പൊളിച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ്. ഇലയിൽ വ്യത്യാസം വരുന്ന ടൈപ്പ്. പിന്നെ ഇത് നമുക്ക് വാലിസിനേറിയയെ കുറച്ച് സെൻസിറ്റീവാണ്. അതിനേക്കാൾ സെൻസിറ്റീവ് കുറഞ്ഞൊരു പ്ലാന്റാണ്. മീൻസ് അത്ര സെൻസിറ്റീവ് നോർമലി നമുക്ക് നല്ല വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണത്.
കാരണം അതിൽ നമുക്ക് ജപ്പോണിക്കെ പോലെ അതിൽ ട്യൂബേഴ്സ് ഉണ്ട്. വാരിസിനേറിയയിൽ ട്യൂബേഴ്സ് കാണില്ല. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റാണ്. അത്ര ആരുടെയും കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഇല്ല. പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്, പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി പ്ലാന്റാണ്. എനിക്കങ്ങ് ചത്ത് ഈ പ്ലാന്റ് പോയതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡിലൊക്കെ കിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പ്ലാന്റ് എനിക്കിപ്പോൾ ഉണ്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ ഒരു ഫോക്സ് ചേഞ്ചർ റെഡ് എന്ന് പറയും. ഇത് റെഡ് കളറാണ്. നമുക്ക് ആ വീഡിയോയിൽ എനിക്ക് എത്ര വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല. ഇത് റെഡ് കളറാണ്. അപ്പോൾ ഇതും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലത്തുള്ള അത്യാവശ്യം വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത വാട്ടർ പ്ലാന്റ് നോക്കാം. ഏകദേശം ഒരു 6 to 10 വർഷത്തോളം ഉള്ളതിൻ്റെ കളക്ഷൻസാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ മാക്സിമം അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ്സ് നമ്മൾ മേടിച്ച് വാങ്ങിച്ച് അതിലൊന്ന് ഇപ്പോൾ ഒരു പ്ലാന്റ് ഒരു 1000 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് 2000-3000 മടങ്ങ് നമുക്ക് അതിൽ നിന്ന് സാധനം സെയിൽ ചെയ്യും. പക്ഷേ ഞാൻ 1000 രൂപയ്ക്ക് വാങ്ങുന്ന പ്ലാന്റ് 1000 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്ത് പോകാറില്ല പലപ്പോഴും. പക്ഷേ എന്നാലും നമുക്കതൊരു നല്ല ബെനിഫിറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സെയിൽ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റിലേക്ക് പോവാം. നമുക്ക് അടുത്തൊരു പ്ലാന്റ് മീൻസ് ഇവിടെ വരുന്നതിൽ റോട്ടല എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇതും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു അഴകുണ്ട്, അതിൻ്റെ ആ ഒരു നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടി നല്ല രസമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമാണെന്ന് പറഞ്ഞാലും നമുക്ക് അക്വേറിയത്തിലൊക്കെ ആൾക്കാർക്ക് പ്ലാന്റ്സ് ചിലർ നോക്കി നടക്കുക, അവർക്ക് കിട്ടാറില്ല പലപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രീ ഓർഡേഴ്സൊക്കെ ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് കല്ലിലൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോട്ടിലാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനും ഈ പ്ലാന്റ് ഇവിടെ നമ്മളിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് റോട്ടിൽ നമ്മുടെ ലുവ്വിയാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ആമ്പലും താമരയാണ്. അതിൽ നമുക്ക് പിന്നെ നമുക്ക് ഫ്ലോട്ടിങ്ങിൽ തന്നെയുള്ള പ്ലാന്റ് ഇതിൽ തന്നെ കുറച്ച് കുഞ്ഞ് ടൈപ്പ് ഉണ്ടാക്കിയിട്ടില്ല, അത് വേറൊരു സാധനമാണ്. പിന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ദൈവൻ. അതിൻ്റെ വലുത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ പേപ്പർ വീടെന്ന് അറിയപ്പെടും. നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് കാണിച്ചു തരാം. കണ്ട ഇതാണ്, അല്ല വലുതല്ല, എൻ്റെ അതിൻ്റെ പൂ പോലെ ഇരിക്കും അതിൻ്റെ ലീഫ്. തൈ വരുന്നത് ഇങ്ങനെയാണ്. കണ്ട അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ തൈയാവും. ആ പ്ലാന്റ് അത്യാവശ്യം ബൾക്ക് സാധനമുണ്ട്. ഇവിടെ എല്ലാ വീട്ടിലും പല ഭാഗങ്ങളിലായിട്ടാണ്. ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ഇപ്പം കാണിച്ച ഡഗ്വീഡ് എന്ന് പറഞ്ഞതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് ഉണ്ട്. അത് നല്ല പൊടി പോലെയാണ്. ഇത് കുറച്ച് കരിമ്പ് പ്ലാന്റാണ്. നിങ്ങൾ ആരും ദയവ് ചെയ്ത് അതിനെ വളർത്തരുത്. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് സെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും, കാരണം അത് ബാക്കിയുള്ള പ്ലാന്റിനെ മൊത്തം നശിപ്പിച്ച് കളയും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പ്ലാന്റാണത്. പിന്നെ ദൈവൻ അസോള. ഈ ഉള്ള എല്ലാ വാട്ടർ പ്ലാന്റ്സിനും ഏറ്റവും ലാഭം ഇതാണ്. കാരണം ഇതിന് മെയിൻ്റനൻസ് കുറവാണ്. പുതിയ പോട്ടിൽ മണ്ണിട്ട് നടണ്ട. വെറുതെ നമ്മൾ ബാക്കിയുള്ളവന്മാരെ കൂടെ കിടന്ന് വളരെയും ചെയ്യും. നല്ല പൈസയും തരും. ബാക്കിയുള്ളവന്മാരെക്കാളും പൈസ തരും. കാരണം എനിക്ക് ഈ അത്ര ആമ്പിൾ ചിലപ്പോൾ നമുക്ക് കുറേ ആമ്പിൾ വിറ്റാൽ പോലും 6000 രൂപ. പക്ഷേ ഒരു ദിവസം കിട്ടിയ ഓർഡർ 6000 രൂപയ്ക്ക് അസോളം. പിന്നെ 2000 രൂപ, 500, 3000, 4000 നല്ല ഓർഡേഴ്സ് കിട്ടാറുണ്ട്. പിന്നെ അടുത്തൊരു പ്ലാന്റാണ് നമ്മുടെ മൊസാക്ക്. നല്ല രീതിയിൽ കിടന്നു, പക്ഷേ ഇലയൊക്കെ വീഴുന്ന കുറച്ച് അഴുകി തുടങ്ങി. ഇപ്പം നല്ല പ്ലാന്റ് വേറെ ഇതിൻ്റെ ഉണ്ട്. ഇതിനൊരു മഞ്ഞ പൂ വരും. അപ്പോൾ ഇതാണ് വാട്ടർ മൊസാക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് ഒത്തിരി പേര് നോക്കി നടക്കാറുണ്ട്. ഇടയ്ക്ക് ചിലർ നല്ല മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന്. കണ്ടോ, ആ ഒരു പ്ലാന്റ് സെപ്പറേറ്റ് ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഞാനിപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാട്ടർ പ്ലാന്റ്സ് ചെയ്യുന്നവർ ഒരിക്കലും ആ ഒരു പ്ലാന്റ് ഒരെണ്ണത്തിൽ നടക്കരുത്. 2-3 എണ്ണത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണത്തിലായി പൊക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാന്റ് പോയി കിട്ടില്ല. എനിക്കത് പോയി കിട്ടിക്കഴിഞ്ഞാൽ വിഷമാവും. സോ പിന്നെ നമുക്ക് വെള്ളത്തിൽ വയ്ക്കാൻ പറ്റിയൊരു ഹെലിക്കോണിയ ടൈപ്പാണിത്. ഇതൊരു വാട്ടർ പ്ലാന്റാണ്, ഹെലിക്കോണിയ ടൈപ്പ്. ഇതിനെ നമുക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന്. പിന്നെ ഇത് അംബ്രല എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റാണ്. ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല രസമാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ താത്ത് വെച്ചും ഇല പൊടിക്കുന്നതാണ്. പിന്നെ ഇതാ ഇവൻ്റെ തന്നെ ചേട്ടന്മാർ ഇത് അങ്ങ് നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല ലീഫൊക്കെ ആയിട്ട് അങ്ങറ്റത്തുണ്ട്, അങ്ങ് പോകുന്നില്ല, വല്ലതും കയറി കിടക്കുക അറിയാൻ വയ്യ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റാണ് ഇതാ ഈ ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത കാണിച്ചില്ല, നിറച്ച് നല്ല ക്രൗഡായിട്ട് വളരും നല്ലൊരു വാട്ടർ പ്ലാന്റാണ്. വെള്ളത്തിലാണ് നിൽക്കുന്നത് ആ ചെടി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മണം, നല്ല മിൻറ്റിൻ്റെ മണമാണ് ഈ ഒരു വാട്ടർ പ്ലാന്റ്. അത്യാവശ്യം നല്ല മിൻറ്റിൻ്റെ മണമുള്ള വാട്ടർ പ്ലാന്റ്സ് നോർമലി എനിക്ക് അത്ര അറിയില്ല, പക്ഷേ അങ്ങനത്തെ ഒരു പ്ലാന്റാണിത്. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് കാണിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നിറച്ചായിട്ടുണ്ട് ആ പ്ലാന്റ്. പിന്നെ വേറൊരു പ്ലാന്റാണ്, കൊല്ലം റീജിയൻസിലേക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു പ്ലാന്റാണ് ആ വാട്ടർ പ്ലാന്റ്. പിന്നെ കൊടങ്ങൽ, ഇതും ഇപ്പോൾ സെയിലുണ്ട് കൊടങ്ങൽ. പിന്നെ അതിൻ്റെ അടിയിൽ കിടപ്പുള്ള വേറെ സജിറ്റേറിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. സജിറ്റേറിയയിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ഇല്ല അല്ല, സജിറ്റേറിയയും പിന്നെ നമ്മുടെ അസോളയും കൂടെ ഒരുമിച്ചിരിപ്പുണ്ട്. സജിറ്റേറിയ നിറച്ച് സെയിൽ കിടന്നിട്ടുണ്ട്. ഏകദേശം ഇത് നല്ല എമൗണ്ടിന് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മുടെ
വാട്ടർ പ്ലാന്റ് എന്ന് തന്നെ പറയാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. നിറച്ച് കുഞ്ഞ് വെള്ളപ്പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇത്. നമ്മൾ വാട്ടർ സ്പ്രൈറ്റ് എന്നൊക്കെ അറിയപ്പെടും. വാട്ടർ സ്പ്രൈറ്റ് അല്ല, സ്നോ ഫ്ലാക്സ് അങ്ങനെ അറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇതാ ഈ പ്ലാന്റ്, ഇവന് നമുക്ക് ഈ ആഴ്ച ഓർഡറുണ്ട്, കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ജപ്പോണിക്കയാണ്. അപ്പോൾ നമുക്ക് നോർമൽ ജപ്പോണിക്ക നിങ്ങൾ പലരും കണ്ടുപിടിക്കും. അപ്പോൾ നോർമൽ ജപ്പോണിക്ക അല്ലേ ഇത്. നോർമൽ ജപ്പോണിക്ക മീൻസ് അതിലൊരു വെള്ളപ്പൂ വരും, ആ കുഞ്ഞു ചെടിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹാർഡി മീൻസ് കട്ടിയുള്ള ലീഫും കട്ടിയായിട്ട് പെട്ടെന്ന് ഇതിന് അറ്റാക്കൊന്നും വരില്ല. അങ്ങനത്തെ ഒരു അറ്റാക്കെന്ന് മീൻസ് പെട്ടെന്ന് പുഴുക്കളൊന്നും അറ്റാക്ക് ചെയ്യില്ല, അതാണ്. അല്ലാതെ ഹാർട്ട് അറ്റാക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു പ്ലാന്റാണത്. ഓക്കെ, അപ്പോൾ ജപ്പോണിക്ക അത് മഞ്ഞപ്പൂവാണ്. പിന്നെ അതാ എന്തോ ടങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നൊരു വലിയ പ്ലാന്റാണ്, ഒരു ജെയിൻറ്റ് സാധനമാണിത്. നല്ല വലുതാവും കൊണ്ട് അതിൻ്റെ പൂവൊക്കെ മെക്സിക്കൻ സോണിനെ പോലെ വന്നിട്ട് നല്ല വലിയ പൂക്കെ തരുന്ന വലിയൊരു പ്ലാന്റാണ്. പിന്നെ എൻ്റെ ഒരു പുതിയ കളക്ഷനിലുള്ളൊരു പ്ലാന്റാണ്, അതായത് ബാമ്പു ആണ്, ഗ്രാസ് ബാമ്പു ആണ്. നമ്മൾ നോർമൽ ഇതല്ല, വെള്ളത്തിൽ നിൽക്കുന്ന ബാമ്പു ആണിത്. അതിൻ്റെ ലീഫ് സ്റ്റെം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബാമ്പു സ്റ്റെമ്പ്. പിന്നെ നമ്മൾ ലില്ലിയാണ്, നോർമലി വലിയ ലില്ലി ഉണ്ടല്ലോ വെള്ളപ്പൂരിന്ന്, അതിൻ്റെ വെള്ളത്തിൽ നിൽക്കുന്ന ലില്ലി. പിന്നെ കുറച്ച് പ്ലാന്റ്സും കൂടെ നമുക്ക് ഇനി നമ്മളിലുള്ളത് മെക്സിക്കൻ സോഡ്, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് മെക്സിക്കൻ സോഡ്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ വാട്ടർ ഗ്യാസ് ബാമ്പു ഉണ്ട്. ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ചിലപ്പം വീഡിയോ നിന്ന് പോകും, മീൻസ് അതിന് കാരണം നമുക്ക് ഒരു ഇത്ര ടൈം കഴിഞ്ഞാൽ തനിയെ അത് കട്ടാവും. സോ ഞാൻ ചിലപ്പോൾ എല്ലാം പറഞ്ഞ് തീരാൻ പറ്റില്ലെന്ന് വരാം. അപ്പോൾ ഇത് വേറെ വാട്ടർ പ്ലാന്റാണ്, കണ്ട ഇത്. പിന്നെ അതായത് നമ്മൾ നേരത്തെ കാണിച്ച ആ ടങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീഡിൽ ഗ്യാസാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സ്. ഇനി ഒത്തിരി ഉണ്ട്, കാരണം ടൈം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകും GoProയിൽ. സോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നമ്മളെ സാധനം മേടിക്കുക. ഇനിയും കുറേ പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം കാണിക്കാൻ വേണ്ടി പറ്റാറില്ല പലപ്പോഴും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് അരുൺ ആൻഡ് അവർ ടീം ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ.